മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറയുന്നത്. LDF സ്ഥാനത്ത് നിന്നും മാറിയതിനു ശേഷം ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. തമ്മിൽ സംസാരിച്ച കാര്യം തുറന്നു പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇന്നിപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു നേതാവിനെ നഷ്ടപ്പെട്ടതിലുള്ള ഒരു വേദനയാണ്. ആ ദിവസത്തിൽ മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കില്ല എന്നാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. നോബൽ ചേരുന്നു. നോബൽ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, അക്കാര്യങ്ങളൊന്നും അദ്ദേഹം വെളിപ്പെടുത്തില്ല. എന്തായാലും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്ത എറിഞ്ഞെത്തിയവരാണെങ്കിലും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. പക്ഷേ ഏകദേശം എത്ര മിനിറ്റ് ചെലവഴിച്ചിട്ടുണ്ടാവും? എനിക്കൊരു 10-15 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം പിണറായി വിജയന്റെ മുറിയിൽ ചെലവഴിച്ചിട്ടുണ്ടാവുക, അല്ലേ? അരുൺ, 15 മിനിറ്റോളം സമയം മാത്രമാണ് ഇ പി ജയരാജൻ എന്താണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ നമ്മളോട് സംസാരിച്ചത് രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ്. സീതാറാം യെച്ചൂരിയുടെ അദ്ദേഹത്തിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു. ഉത്രാടമാണെങ്കിലും ദുഃഖം തടഞ്ഞിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 10-40 വർഷക്കാലത്തിലധികം ഒന്നിച്ച് പ്രവർത്തിച്ചും അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചൊക്കെ അനുഭവത്തിലും ബന്ധങ്ങളിലുള്ളവരല്ലേ. അങ്ങനെ സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന ഒരു വേദനയും ദുഃഖവും ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതാണ് ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. അത് എൻ്റെ മാത്രമല്ല, എല്ലാ പാർട്ടി സഖാക്കളുടെയും മനസ്സിലുള്ള ദുഃഖവും വേദനയും അതാണ് ഇന്ന്. ശരി, ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ പിന്നെ AKG ഭവനിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇല്ലോണ്ടായി ഇറങ്ങാത്തത്, അല്ലെ കാറ് വരും. ശരി, കാണാം. ഇ പി ജയരാജൻ ഭവനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനം ഇപ്പോൾ വാഹനം ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തും. അദ്ദേഹം ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു രാഷ്ട്രീയമായ ചർച്ചകളൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നത്. സീതാറാം യെച്ചൂരിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ഇന്നലെയും മുഖ്യമന്ത്രി കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇവിടെ കൊച്ചി ഹൗസിൽ പോയി കാണാൻ ശ്രമം നടത്തിയപ്പോഴേക്കും അദ്ദേഹം നേരത്തെ യെച്ചൂരിയുടെ വസതിയിലേക്ക് പോയതുകൊണ്ടാണ് ഇവിടെ കൂടിക്കാഴ്ച നടക്കാതെ പോയത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ വന്നു വരികയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് എന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പിന്നീടൊരു വേദി ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നീട് സമയം ഉണ്ടാകും എന്നായിരുന്നു അതിൽ വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ച 15 മിനിറ്റോളം നീണ്ടുനിന്നു. ആ കൂടിക്കാഴ്ചയിൽ മറ്റ് രാഷ്ട്രീയപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും സംസാരിച്ചില്ല. മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നോട് പറഞ്ഞില്ല എന്നാണ് ഇ പി ജയരാജൻ ഈ കാര്യത്തിൽ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനപ്പുറം എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ കഴിയില്ല. സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുന്നോടിയായിരുന്ന CPM യോഗത്തിൽ നിന്ന് അദ്ദേഹം കണ്ണൂരേക്ക് മടങ്ങിയതാണ്. പിന്നീട് ഇരുവരും തമ്മിൽ ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ഇവിടുത്തെ കേരള ഹൗസിലെ കൊച്ചി ഹൗസ് എന്താണെങ്കിലും വേദിയായത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇ പി ജയരാജൻ എന്താണെങ്കിലും അവിടെ AKG സെന്ററിലേക്ക് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അല്പസമയത്ത് തന്നെ AKG സെന്ററിലേക്ക് എത്തിക്കും. അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണെങ്കിലും രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ചകൾ പ്രത്യേകിച്ച് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ, പ്രത്യേകിച്ച് BJP നേതാക്കളെ കണ്ട കാര്യം, അതോടൊപ്പം തന്നെ മറ്റു പല വിവാദങ്ങളുമൊക്കെ പുകഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഇടയിലായിരുന്നു അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നത്. സ്വാഭാവികമായും അതിനുശേഷം അവിടെ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അദ്ദേഹം എന്താണ് സംസാരിച്ചത്, ആ രാഷ്ട്രീയ കാര്യങ്ങൾ എന്തായാലും മാധ്യമങ്ങൾ വേണ്ടി ഇപ്പോൾ പങ്കുവയ്ക്കാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും നമ്മളത് പ്രതീക്ഷിച്ചതുമില്ല. മാത്രമല്ല, മറ്റൊരു അവസരമാണല്ലോ. സീതാറാം യെച്ചൂരി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ യാത്രയേക്കാനെത്തിയ നേതാക്കളാണ്. പക്ഷേ അതിനിടയിലും 10-15 മിനിറ്റ് നേരം ഒരുമിച്ച് കണ്ടു എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വാർത്ത.